അപ്പോ നമ്മള് നേരത്തെ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഇന്റഗ്രൽ ഓവർ C1 T dx plus Q dy is equal to integral over C2 P dx plus Q dy. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ ദിസ് പ്ലസ് എന്നായിരുന്നു വന്നിട്ടായിരുന്നു. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ C1ഉം C2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഓറിയന്റേഷൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഓപ്പോസിറ്റ് ഓറിയന്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏത് ഫോം ആയിരുന്നു? ഇതാ. ഓക്കെ, അത് കാണുന്നില്ല അല്ലെ? ആന്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് C1. സോ ദാറ്റ് ഇസ് പോസിറ്റീവ് ഡയറക്ഷൻ. ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരുന്നു C2. ഇങ്ങനെയായിരുന്നു C2 ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഇസ് നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ മൈനസ് വെച്ച് കാണിച്ചു. ഡയറക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. മൈനസ് C2 എന്ന് പറഞ്ഞ അവിടെ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം C2ന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആണെന്നാണ്. രണ്ടിന്റെയും സമ്മ് നമുക്ക് അവിടെ 0 ആയിട്ടാണ് വന്നത്. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓറിയന്റേഷൻസ് ആണ്. അപ്പൊ ലൈൻ ഇന്റർവെലിന്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ നോക്കിയിട്ടുള്ളതായിരുന്നു. ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? രണ്ടിന്റെയും സം 0 ആണ് എന്നുള്ളത് പറയാം അല്ലെ? അപ്പോ അത് നമ്മൾ ഇനി ഒന്ന് രീതി മാറ്റാൻ പോവാണ്. ഇന്റഗ്രൽ ഓവർ C1 T dx plus Q dy is equal to, ഇതിനെ RHS ലേക്ക് കൊണ്ടുവന്നത് എന്ത് വരും? മൈനസ് ഇന്റഗ്രൽ ഓവർ മൈനസ് C2 P dx plus Q dy. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മൈനസ് വന്നു. This is equal to മൈനസ് എന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് അവിടെ വന്നു. ഈക്വൽ ആണ് കേട്ടോ. C1ഉം C2ഉം, C2ന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്, അതിന്റെ ഇന്റഗ്രലിന്റെ നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് പറയാം? ഓറിയന്റേഷൻ മാറ്റാം. ദാറ്റ് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന ഓറിയന്റേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പൊ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷന്റെ നെഗറ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ C1 P dx plus Q dy is equal to integral over C2 P dx plus Q dy, where C1 and C2 are both in anti-clockwise direction. അതല്ലെങ്കിൽ both are in the same direction, അല്ലെങ്കിൽ സെയിം ഓറിയന്റേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മൾ ആദ്യം ഒരു സ്ക്വയർ എടുത്തു. അപ്പൊ ആ സ്ക്വയറിൽ നമുക്ക് തന്നിട്ടായിരുന്നത് മൈനസ് y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. അപ്പൊ അവിടെ പിയും ക്യൂവും തമ്മിൽ നോക്കിയപ്പോൾ അത് കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടി. ഒറിജിനൽ കണ്ടിന്യൂസ് അല്ല. ആ റീജിയൻ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ആറിൽ എല്ലാവരുടെയും കണ്ടിന്യൂസ് ആയിരിക്കണം. പക്ഷെ നമ്മൾ നോക്കിയതില് ഒറിജിനൽ അത് കണ്ടിന്യൂസ് അല്ല. സോ ഗ്രീൻ സീറം അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ നമ്മളിപ്പോ അത് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗ്രീൻ സീറം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഹോൾസ് വരുന്ന റീജിയൻസിലേക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കി. അപ്പൊ ഹോൾസ് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഇതൊരു ഡിസ്കിന്റെ ഫോമിലേക്കാണ് വരിക. ഡിസ്ക് തന്നെ ആവണമെന്നില്ല, പുറത്ത് സ്ക്വയറും ഉള്ളിൽ സർക്കിളും വരാം, അല്ലെങ്കിൽ രണ്ടും സർക്കിൾസ് ആവാം. ഔട്ടറും ഇന്നറും രണ്ടും സർക്കിൾസ് ആയിട്ടും വരാം നമ്മുടെ കേർവ്സ്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്തു? രണ്ട് ഓപ്പോസിറ്റ് ഓറിയന്റേഷനിൽ വരുന്ന കേർവ്സ് എടുത്തു. അപ്പൊ സി എന്ന് പറയുന്നത് C1ന്റെയും C2ന്റെയും യൂണിയൻ ആണ്. C1 is the outer curve and C2 is the inner curve. രണ്ടും ഓപ്പോസിറ്റ് ഓറിയന്റേഷൻ ആണ്. C1 പോസിറ്റീവ് ഡയറക്ഷനിലും C2 നെഗറ്റീവ് ഡയറക്ഷനിലുള്ളതുമായിരുന്നു. സം ആണ് നമുക്ക് അപ്പൊ എന്തായിട്ട് വരിക? സി എന്ന് പറയുന്നത് C1 യൂണിയൻ C2 ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അതാണ് C1 പ്ലസ് C2യുടെ വേറൊരു ടേം ഉണ്ടായിരുന്നു, ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മളുടെ ലൈൻ ഇന്റർവെൽസിന്റെ റിസൾട്ട് യൂസ് ചെയ്തിട്ട് C1ഉം C2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ C1 എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറയാം? മൈനസ് ഇന്റഗ്രൽ ഓവർ C2 എന്ന് പറയാം. C1 ആൻഡ് C2 ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അത് നമ്മൾ ലൈൻ ഇന്റർവെൽസിന്റെ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. സെയിം പിയും ക്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 will be equal to 0 if C1 and C2 are in opposite directions. അപ്പൊ നമ്മൾ അതിന്റെ ഒരു റിസൾട്ട് നോക്കി, ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി. ഒരു സ്ക്വയറും അതിന്റെ ഉള്ളിൽ ഒരു സർക്കിളും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ പോകുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി. നമുക്ക് അതിന്റെ സം എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. അപ്പൊ അവിടെ ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് എന്നുള്ളതും കൂടി നമ്മൾ കണ്ടു.
അപ്പൊ ശരി, അത് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ റിസൾട്ട് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത്. അതാണ് ഈ പറയുന്ന റിസൾട്ട്. ഇഫ് പി യും ക്യൂവും ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സ് എല്ലാതും കണ്ടിന്യൂസ് ആണ് ഓൺ ദ ഗിവൻ റീജിയൻ ആർ, ആൻഡ് ഇഫ് ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്, then integral over c1 p dx plus q dy is equal to integral over c2 p dx plus q dy, where c1 and c2 are in the same direction. അപ്പോ നമ്മളുടെ പ്രോബ്ലം 4 നമ്മൾ ഇടയിൽ വെച്ച് നിർത്തിയിരുന്നു. ഗ്രീൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? കാരണം അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? അത് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു കിട്ടി. ഒറിജിനൽ കണ്ടിന്യൂസ് ആയിരുന്നില്ല. അപ്പോ നമ്മൾ അതേ പ്രോബ്ലത്തിനെ തന്നെ നമ്മൾ വേറൊരു ഫോമിലേക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. C1 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് ഒറിജിനൽ കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സർക്കിള് നമുക്ക് തന്നിട്ടുള്ള റീജിയന്റെ ഉള്ളിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എ എന്തായാലും പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള ഏരിയ എ നമ്മൾ ഫിക്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് രണ്ടിന്റെയും ഓറിയന്റേഷൻ സെയിം ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ റീജിയന്റെ ഉള്ളിൽ C1ന്റെയും C2ന്റെയും ഉള്ളിലത്തെ റീജിയനിൽ ഡോ പി ബൈ ഡോ എക്സും ഡോ ക്യൂ ബൈ ഡോ വൈയും പിയും ക്യൂവും ഒക്കെ ഇപ്പൊ കണ്ടിന്യൂസ് ആണ്. വേർ പിയും ക്യൂവും നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതാണ് നമ്മളുടെ പിയും ക്യൂവും. അപ്പൊ ദിസ് ഫംഗ്ഷൻ 0 ഒറിജിനൽ അതെന്തല്ല കണ്ടിന്യൂസ് അല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ കൂടി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റീജിയനില് എന്താണ്? ഈ റീജിയൻ ആറിൽ ഇപ്പോ പിയും ക്യൂവും ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സ് അല്ലാതെ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ റീജിയനിൽ കണ്ടിന്യൂസ് ആണ്. അതേമാതിരി ഇവിടെ ഡോ പി ബൈ ഡോ എക്സും ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ C1 is equal to integral over C2 in where C1 and C2 have the same orientation. അപ്പൊ നമ്മളുടെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ പ്രോബ്ലത്തില് നമ്മളുടെ ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ അത് കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പറ്റുന്ന ഒരു എ നമ്മൾ ഫിക്സ് ചെയ്തു. എ എന്ന് പറഞ്ഞ് നമ്മൾ 1 ആക്കി എടുത്തു. കാരണം ഇത് x is equal to 2, y is equal to 2, x is equal to -2, y is equal to -2 ആയിരുന്നു നമ്മളുടെ സ്ക്വയർ. അപ്പോ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെങ്ത് വരുന്ന 2 ലെങ്ത് വരുന്ന 4 ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ 1 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ നമ്മൾ ഫിക്സ് ചെയ്യും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സച്ച് ദാറ്റ് രണ്ടിന്റെയും ഓറിയന്റേഷൻ നമ്മൾ സെയിം ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? this integral value is equal to this integral value എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിനെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ ഓവർ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ ഓവർ x is equal to 2 plus integral over y is equal to 2 plus integral over x is equal to -2 plus integral over y is equal to -2. 4 സ്ട്രെയിറ്റ് ലൈൻസിന്റെ കോമ്പിനേഷൻ ആണ് C1 എന്ന് പറയാം. അപ്പൊ ആ 4 ലൈൻ ഇന്റർവൽസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സം എടുത്താലും നമുക്ക് ആ വാല്യൂ കിട്ടും. അതല്ലെങ്കിൽ 4 എണ്ണം ചെയ്യാൻ പറഞ്ഞ കുറച്ച് പണിയല്ലേ? അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ഉള്ളിൽ ഒരു കേർവ് നമ്മൾ എടുത്തു. അതൊരു സർക്കിൾ ആണ്. ആ സർക്കിൾ നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് പറയാം? ഈ സർക്കിളിന്റെ മുകളിൽ നമ്മൾ ഇന്റഗ്രൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എന്നത് പറയാം. അപ്പൊ അതിന് കണ്ടീഷൻസ് നോക്കണം. ഈ രണ്ട് കേർവ്സിന്റെയും ഉള്ളിൽ വരുന്ന റീജിയനിൽ പിയും ക്യൂവും ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സ് കണ്ടിന്യൂസ് ആയാൽ മതി. ഈ C1ന്റെ ഉള്ളിൽ ഫുൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പ്രശ്നം വന്നത്. അപ്പൊ C2 എടുത്തു. രണ്ടിന്റെയും ഉള്ളിൽ ഇത് കണ്ടിന്യൂസ് ആവണം. അതേമാതിരി തന്നെ പിന്നെന്താ ചെയ്യേണ്ടത്? ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണെങ്കിൽ this integral value is equal to this integral value എന്ന് പറയാം. C1 C2 have the same orientation. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഓവർ C2 p dx plus q dy എന്നുള്ള ഫോം നമ്മൾ എടുക്കുകയാണ്. അത് നമ്മൾ എടുത്തു. ഇനി എന്താണ്? അപ്പോ ഇത് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ പോളാർ ഫോമിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോ നമുക്ക് ഇവിടെ എന്ത് വരും? x is equal to r cos theta. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ cos theta. y is equal to r sin theta. That is 1 into sin theta. x cos theta y sin theta. അപ്പൊ dx എന്ത് വരും? cos theta യുടെ
differential with respect to theta. That is minus sin theta d theta ആണ് dx വരിക. y എന്ന് പറയുന്നത് എന്താണ് sin theta യുടെ ഡിഫറൻഷ്യൽ. That is cos theta d theta ആണ് നമുക്ക് അവിടെ dy ആയിട്ട് വരിക. അപ്പൊ എന്താ p dx p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus y by x square plus y square ആണ്. Minus y എന്ന് പറഞ്ഞാൽ minus sin theta by 1 into dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു minus sin theta d theta plus q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x by x square plus y square ആയിരുന്നു. അപ്പൊ x എന്ന് പറഞ്ഞാൽ cos theta by x square plus y square എന്ന് പറയുന്നത് 1 ആണ്. dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos theta d theta. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത മൈനസ് മൈനസ് പ്ലസ് sin square theta plus cos square theta d theta. ആൻഡ് ഒരു സർക്കിൾ ആയതുകൊണ്ട് തീറ്റ എടുത്തിട്ട് ഏതുവരെ വേരി ചെയ്യും 0 to 2π. അപ്പൊ ഇന്റഗ്രൽ 0 to 2π this d theta. അപ്പൊ sin square theta plus cos square theta 1 ആണ്. So 0 to 2π d theta. This is equal to theta from 0 to 2π ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ which is equal to 2π. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലം 4 നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ടൈം ഫോംസിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഗ്രീൻ സീറം അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് വന്നു, കാരണം എന്തുകൊണ്ട് കണ്ടിന്യൂസ് അല്ലാത്ത ഒരു ഫോം വന്നതുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് രണ്ട് വാല്യൂസും ഈക്വൽ ആണ് എന്ന് പറയാം. ഇഫ് p q dou p by dou y and dou q by dou x are continuous in the region between these two curves. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം കേട്ടോ. വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ ദ ഇന്റഗ്രൽ. Verify Green's theorem for the line integral over c xy dx plus x square dy. പറഞ്ഞിട്ടുള്ളത് c is the curve enclosing the region bounded by the parabola. രണ്ട് curves തന്നിട്ടുണ്ട്. Bounded by the parabola y is equal to x square. Y is equal to x square and y is equal to x. Y is equal to x. അപ്പോൾ ഇതാണ് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, y is equal to x counter clockwise direction. അപ്പോൾ രണ്ടും counter clockwise directionലാണ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് 1 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് വരിക. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി y-ക്ക് 1 ഉം x-ന് 1 ഉം രണ്ടും കൂടി നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇത് 0 0യും 1 1 ആണ് ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത്. ലൈൻ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നോക്കേണ്ടത്, ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇതാണ്. അപ്പൊ ആദ്യം നമുക്ക് ലൈൻ ഇന്റഗ്രൽ നോക്കാം. ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ പി എന്ന് പറയുന്നത്, ഇതാണ് നമ്മളുടെ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡോ പി ബൈ ഡോ വൈ നോക്കുക, എക്സ് ആണ് വരുന്നത്. ഡോ ക്യൂ ബൈ ഡോ എക്സ് നോക്കുക, ഡോ ക്യൂ ബൈ ഡോ എക്സ് 2x ആണ് വരുന്നത്. സോ ബോത്ത് ഓൾ ദ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദ ഗിവൺ റീജിയൻ. പി ക്യൂ ഡോ പി ബൈ ഡോ വൈ ഡോ ക്യൂ ബൈ ഡോ എക്സ് എല്ലാതും കണ്ടിന്യൂസ് ആണ് എവിടെ റീജിയനിൽ. സോ ഗ്രീൻസ് തിയറം എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ഇവിടെ എക്സിന്റെയും വൈന്റെയും ടേംസ് ആണ് ലൈൻ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്കത് പാരാമീറ്ററൈസ് ചെയ്തിട്ട് മാറ്റാം. അപ്പൊ ടി എന്ന് പറയുന്ന പാരാമീറ്ററിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുകയാണ്. അപ്പൊ കർവ് C1 ടെക്സ്റ്റിന്റെ ഫോർമാറ്റിൽ തന്നെ നമുക്ക് പോവാം. നമ്മളുടെ വലിയ ടെക്സ്റ്റ് ദാറ്റ് മീൻസ് പ്രിസ്ക്രൈബ് ടെക്സ്റ്റിന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു. അതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും പോവും. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ C1 എന്ന് പറയുന്നത് എന്താണ്, y is equal to x സ്ക്വയറും C2 എന്ന് പറയുന്നത് y is equal to x ഉമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. സോ C1ൽ കൂടെ പാസ് ചെയ്തിട്ട് C2ൽ കൂടെ നമ്മൾ താഴേക്ക് 0 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഇനി എന്താണ്, C1 എന്ന് പറയുന്നതില് നമുക്ക് x is equal to t എടുത്തു കഴിഞ്ഞാൽ y is equal to t സ്ക്വയർ ആയിട്ട് വരും. C2ല് x is equal to t എടുത്തു കഴിഞ്ഞാൽ y is equal to t ആണ്. കാരണം x is equal to y ഉം C1ല് y is equal to x സ്ക്വയറുമാണ്. ഇനി എന്താണ്, t എവിടെ തൊട്ട് ഏത് വരെയാണ്,
0 to 1 ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to 1 xy ഇത് നമുക്ക് എന്തായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം അല്ലേ? ആദ്യം അത് എഴുതാം. നമ്മുടെ രണ്ട് കർവ്സ് ആയിട്ടല്ലേ? അപ്പൊ ഇന്റഗ്രൽ ഓവർ C1 xy dx പ്ലസ് ഇന്റഗ്രൽ അല്ല നമ്മള് രണ്ട് കർവ്സിലേക്ക് നമ്മൾ അതിനെ എന്ത് എഴുതി? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? എന്ത് ചെയ്യണം? C1 അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 രണ്ടിലും t വേരി ചെയ്യുന്നത് 0 to 1 തന്നെയാണ്. ഇനി അല്ല, C1 t വേരി ചെയ്യുന്നത് 0 to 1, C2 മോളും താഴേക്കാണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഫോമാണ് നമുക്ക് അവിടെ വരിക. 1 to 0 കാരണം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ മുകളിൽ നിന്ന് താഴേക്കാണ് ഡയറക്ഷൻ. അപ്പൊ t വേരി ചെയ്യുന്നത് 1 നിന്ന് 0ലേക്കാണ്. അപ്പൊ ഇനി ഇവിടെ C1 0 to 1 xy dx ആണ്. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t സ്ക്വയർ, dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt പ്ലസ് ഇന്റഗ്രൽ 1 to 0 അല്ല പ്ലസ് പ്ലസ് എക്സ് സ്ക്വയർ dy. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ t സ്ക്വയർ, dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2t dt. കർവ് C1 അല്ലേ? ഇനി പ്ലസ് ഇന്റഗ്രൽ 1 to 0 കർവ് C2 നോക്കണം. x by dx that is t into t dt, dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt പ്ലസ് x square that is t square, dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt ആണ്. So this is equal to integral 0 to 1 t cube dt plus 2t cube dt plus integral 1 to 0 t square dt plus t square dt. So this is equal to 2 plus 1 3 integral 0 to 1 3 cube t cube dt plus t plus t 2t square ആണ്. അപ്പോൾ integral 1 to 0 t square dt. ഓക്കെ, 3t cube 2t square. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൈനസ് 1 to 0 to 1 ആക്കി മാറ്റാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 3 അപ്പോൾ ഉള്ളിലേക്ക് തന്നെ എടുക്കാം. ഇന്റഗ്രൽ 0 to 1 3t cube dt മൈനസ് ഇന്റഗ്രൽ 0 to 1 2t square dt. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്തത്? ഞാൻ ഈ കോൺസ്റ്റന്റ്സിനെ ഉള്ളിലേക്ക് എടുത്തു. 1 to 0 ഞാൻ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോ ഏത് രീതിയിലേക്ക് മാറി? മൈനസ് 0 to 1 ആയിട്ട് മാറി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 3t ക്യൂബ് മൈനസ് 2t സ്ക്വയർ dt ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് എഴുതി. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3t raised to 4 by 4 minus 2t cube by 3 from 0 to 1. So this is equal to 3 by 4 minus 2 by 3. This is equal to 12. 9 minus 8. That is 1 by 12 ആണ് നമുക്ക് ലൈൻ ഇന്റഗ്രൽ ആയിട്ട് വന്നത്. 1 by 12 കിട്ടി. ഇനി നമുക്ക് ഗ്രീൻസ് തിയറം എന്ത് ചെയ്യാനാ പറഞ്ഞത്? വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് സെക്കൻഡ് ഫോം നോക്കണം. നമ്മളുടെ ഗ്രീൻ തിയറം പറയുന്നത് LHS നമ്മൾ കണ്ടുപിടിച്ചു. ഇനി RHS കണ്ടുപിടിച്ച് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ തിയറം വെരിഫൈഡ് ആണ് എന്നുള്ളത് പറയാം. ആദ്യം ഗ്രീൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കി, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വന്നു. അപ്പൊ LHS എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്താണ്? ഇവിടെ തന്നെ എഴുതാം അല്ലെ? അപ്പൊ ഞാനിത് വായിക്കുന്നു കേട്ടോ.
നമുക്ക് this is equal to 1/12 ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി. ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, അപ്പോ ഇനി എന്താണ് നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ 2x dx മൈനസ് ഡോ പി ബൈ ഡോ വൈ. അല്ല 2x dx അല്ല 2x minus x dA. This is equal to double integral over r x dA. ഈ ഫോമിലേക്ക് നമുക്ക് അവിടെ വന്നു. ഇനി എന്താണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണത്? ഒന്നെങ്കിൽ ഫസ്റ്റ് ഫോമിലേക്ക് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫോമിലേക്ക് എടുക്കാം. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ട്ലി ഇപ്പൊ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇത് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ തന്നെ വരച്ച് കാണിച്ചു തരാം. നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഫോമിലായിരുന്നു. ഇത് എക്സ് ഇസ് ഈക്വൽ ടു വൈയും ഇത് y is equal to x square. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ നിന്ന് ഇതേ സാധനം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഇങ്ങോട്ട് വന്ന് ഈ അറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഫുള്ളായിട്ട് കവറായി അല്ലെ? അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഇസ് വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആക്കി നമ്മൾ എടുക്കുകയാണ്. അപ്പോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഈ എൻഡ് പോയിന്റിൽ നിന്ന് ആ എൻഡ് പോയിന്റ് വരെ കൊണ്ടുപോകണം. ആൻഡ് ഈ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? y is equal to x സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് y is equal to x വരെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ വേരി ചെയ്യുന്നത്. അപ്പോ ഈ this curve എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? y is equal to x square to y is equal to x വേരി ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് x എവിടുന്നോട്ട് ഏതുവരെ വേരി ചെയ്യണോ? 0 to 1. ഇത് 1.1 ആയിരുന്നില്ലേ? അപ്പൊ 1,1. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ കർവിനെ ഇൻ ടേംസ് ഓഫ് y പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സിലേക്കാണ് വേരി ചെയ്യുന്നത്. 0 to 1 ആണ് എക്സ് വേരി ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് 1 ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തു. ടൈപ്പ് 2 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരും. എക്സ് ഇസ് ഈക്വൽ ടു വൈയിൽ എടുക്കേണ്ടി വരും. എവിടുന്നോട്ട് ഏതുവരെ വേരി ചെയ്യും? y 0 to 1 വേരി ചെയ്യും. കർവ് എന്ന് പറയുന്നത് x is equal to yയിൽ നിന്ന് x is equal to root y വരെയാണ് പോവുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വേണ്ട, പ്ലസ് ആണ് നമ്മൾ എടുക്കുക. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെയല്ലേ? അപ്പൊ ഈ ഫോമിലേക്ക് എടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ x സ്ക്വയർ ടു x dy dx. So this is equal to integral 0 to 1 xy integrate ചെയ്തപ്പോൾ xy x square to x dx. With respect to y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി എന്താണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 അവിടെ ഉണ്ട്. ആദ്യം x അപ്ലൈ ചെയ്യുമ്പോൾ x square minus x cube dx എന്നുള്ള ഫോമിലേക്ക് വന്നു. So this is equal to x cube by 3 minus x raised to 4 by 4 from 0 to 1. So this is equal to 1 by 3 minus 1 by 4. This is equal to 4 minus 3 by 12, that is 1 by 12. അപ്പോൾ നമ്മൾ ആദ്യം LHS കണ്ടുപിടിച്ചു, അത് 1 by 12 ആണ്. RHS കണ്ടുപിടിച്ചു, അതും 1 by 12 ആണ്. So you can say integral over c x by dx plus x square dy is equal to double integral over r x dA. That means integral over cp dx plus q dy is equal to double integral over r dou q by dou x minus dou p by dou y dA. That is Green's theorem എന്ന് പറയുന്നത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. So Green's theorem is verified. ക്ലിയർ ആണോ? അപ്പൊ ഇതോടെ നമ്മുടെ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസും എല്ലാം ചെയ്തു നോക്കാം. ഓക്കെ, താങ്ക് യു.